പ്രവാസ ലോകത്തെ വാർത്തകൾ. യുക്രൈനിലെ യുദ്ധം 50 ദിവസത്തിനുള്ളിൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ 100% തീരുവ ചുമത്തും. റഷ്യയ്ക്ക് മുന്നറിയിപ്പുമായി ട്രംപ്. 50 ദിവസത്തിനുള്ളിൽ യുദ്ധം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ തീരുവ ഉയർത്തുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റുട്ടെയുമായി തന്റെ ഓവൽ ഓഫീസിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. തങ്ങൾ രണ്ടാംഘട്ട താരിഫ് നടപടികളുമായി മുന്നോട്ടു പോകുകയാണ്. യുക്രൈനെതിരായ യുദ്ധകാര്യത്തിൽ 50 ദിവസത്തിനുള്ളിൽ തീരുമാനമുണ്ടാകണം. അല്ലാത്തപക്ഷം കടുത്ത നടപടിയുണ്ടാകും. നേരത്തെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെ രൂക്ഷ വിമർശനവുമായി ട്രംപ് രംഗത്തെത്തിയിരുന്നു. റഷ്യൻ പ്രസിഡന്റിന്റെ കാര്യത്തിൽ തനിക്ക് നിരാശയുണ്ടെന്ന് ട്രംപ് പറഞ്ഞു. ഒരുപാട് ആളുകളെ അത്ഭുതപ്പെടുത്തുന്ന ആളാണ് പുടിനെന്ന് പറഞ്ഞ ട്രംപ് അയാൾ എല്ലാവരെയും ബോംബിട്ട് നശിപ്പിക്കുമെന്നും പറഞ്ഞിരുന്നു. യുക്രൈനുമായുള്ള യുദ്ധം മുന്നോട്ടു പോകുന്നതിലും അതിൽ റഷ്യ സ്വീകരിച്ച നിലപാടിലും ട്രംപ് കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾക്കിടെ റഷ്യ ആക്രമണം കൂടുതൽ രൂക്ഷമാക്കിയതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. തിങ്കളാഴ്ച റഷ്യയുമായി ബന്ധപ്പെട്ട സുപ്രധാന പ്രഖ്യാപനമുണ്ടാകുമെന്ന് ട്രംപ് അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെ യുക്രൈൻ ആവശ്യമായ ആയുധം നൽകുന്നത് സംബന്ധിച്ച് ട്രംപ് പ്രഖ്യാപനം നടത്തുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തും. ബീജിംഗിൽ ഷാങ്ഹായ് സഹകരണ സംഘടന വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് മുന്നോടിയായാണ് എസ് ജയശങ്കർ ചൈനീസ് പ്രസിഡന്റിനെ കണ്ടത്. ചൈനയ്ക്കുമിടയിലെ ചർച്ചകളുടെ പുരോഗതി എസ് ജയശങ്കർ കൂടിക്കാഴ്ചയിൽ പരാമർശിച്ചു. അതിർത്തിയിലെ തർക്കം പരിഹരിക്കണമെന്നും വ്യാപാര രംഗത്ത് ചൈന ഇന്ത്യയ്ക്കുമേൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പിൻവലിക്കണമെന്നും എസ് ജയശങ്കർ ഇന്നലെ ചൈനീസ് വിദേശകാര്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഗൽവാൻ സംഘർഷത്തിന് ശേഷം ഇതാദ്യമായാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചൈനയിലെത്തുന്നതും പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തുന്നതും. കഴിഞ്ഞ ദിവസം ബീജിംഗിൽ ചൈനീസ് വൈസ് പ്രസിഡന്റ് ഷാൻ ഹെങ്ങുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇന്ത്യയ്ക്കും ചൈനയ്ക്കുമിടയിലെ ഉഭയകക്ഷി ബന്ധത്തിൽ പുരോഗതിയുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇൻഡിഗോ എയർലൈൻസ് ജെറ്റ് സ്റ്റാറുമായി കോഡ് ഷെയർ കരാറിൽ ഒപ്പുവച്ചു. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിലേക്കുള്ള യാത്രാ കണക്ടിവിറ്റി വിപുലീകരിക്കുന്നതിന് ഇതുവഴി സാധിക്കും. ഇന്ത്യയും പസഫിക് മേഖലയും തമ്മിലുള്ള എയർ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിന് ഇൻഡിഗോ ജെറ്റ് സ്റ്റാറുമായി ഒരു കോഡ് ഷെയർ കരാറിൽ ഒപ്പുവച്ചു. ഇത് ഇന്ത്യൻ യാത്രക്കാരെ ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലുമുള്ള ഒന്നിലധികം ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് തടസ്സമില്ലാതെ യാത്ര ചെയ്യാൻ അനുവദിക്കുന്നു. തിങ്കളാഴ്ച പ്രഖ്യാപിച്ച പങ്കാളിത്തം സിംഗപ്പൂർ, ബാങ്കോക്ക്, ഫൂക്കറ്റ് തുടങ്ങിയ ട്രാൻസിറ്റ് ഹബ്ബുകൾ വഴി ജെറ്റ് സ്റ്റാർ നടത്തുന്ന വിമാനങ്ങളിൽ അതിന്റെ കോഡ് സ്ഥാപിക്കാൻ ഇൻഡിഗോയെ പ്രാപ്തമാക്കും. ഈ ക്രമീകരണത്തിന് കീഴിൽ ഇൻഡിഗോ ഉപഭോക്താക്കൾക്ക് ജെറ്റ് സ്റ്റാറിന്റെ നെറ്റ്വർക്ക് ഉപയോഗിച്ച് ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലുമായി 14 പുതിയ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് പ്രവേശിക്കാൻ കഴിയും. റെഗുലേറ്ററി അംഗീകാരങ്ങൾക്ക് വിധേയമായി 2025 സെപ്റ്റംബർ 1 മുതൽ ആരംഭിക്കുന്ന യാത്രയ്ക്കായി ജൂലൈ 21 മുതൽ ഇൻഡിഗോയുടെ വെബ്സൈറ്റിൽ ബുക്കിംഗ് ഈ പങ്കാളിത്തം അനുവദിക്കും. ഒറ്റ ടിക്കറ്റ് ബുക്കിംഗുകൾ, സംയോജിത യാത്രാമാർഗങ്ങൾ, മുഴുവൻ യാത്രയ്ക്കും ബാഗേജ് ചെക്ക് ഇൻ എന്നിവയിലൂടെ സിഡ്നി, ഗോൾഡ് കോസ്റ്റ്, ഓക്ലാൻഡ് തുടങ്ങിയ പ്രധാന നഗരങ്ങൾ കരാറിന്റെ പരിധിയിൽ വരുന്ന ലക്ഷ്യസ്ഥാനങ്ങളിൽ ഉൾപ്പെടുന്നു. ഈ പങ്കാളിത്തം കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനും ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇന്ത്യയും പസഫിക് മേഖലയും തമ്മിലുള്ള വ്യാപാര സാംസ്കാരിക ബന്ധങ്ങളെ പിന്തുണയ്ക്കുന്നതിനും സഹായിക്കുമെന്ന് എയർലൈൻ പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തൊഴിലാളി ക്ഷേമം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് ഒമാനിൽ പുതിയ തൊഴിൽ നിയമം. പ്രവാസികൾക്ക് അനുകൂലമായ നടപടി. സാമൂഹിക സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട രാജകീയ ഉത്തരവുകളിലെ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്ത് പുതിയ തൊഴിൽ നിയമം അവതരിപ്പിച്ചു. അസുഖ അവധിയും സാധാരണ അവധിയും സംബന്ധിച്ച ഉത്തരവുകൾ അടുത്ത വർഷം ജൂലൈ മുതലും തൊഴിലാളികൾക്കുള്ള സമ്പാദ്യ സംവിധാനം 2027 ജൂലൈ 19 മുതലും പ്രാബല്യത്തിലാകും. പ്രവാസി തൊഴിലാളികൾക്കുള്ള വർക്ക് ഇൻഷുറി ആൻഡ് ഒക്യുപേഷണൽ ഡിസീസ് ഇൻഷുറൻസ് 2028 പ്രാബല്യത്തിൽ വരും. തൊഴിലാളികളുടെ പ്രതിമാസ വിഹിതം അടിസ്ഥാന ശമ്പളത്തിന്റെ 9% ധനമന്ത്രാലയത്തിന്റെ അനുമതിക്ക് ശേഷമായിരിക്കണം സേവിംഗ് സിസ്റ്റത്തിലേക്ക് കൗൺസിൽ വായ്പകൾ അനുവദിക്കേണ്ടത്. നിശ്ചിത തീയതിക്കകം തൊഴിലുടമ വിഹിതം അടയ്ക്കണം. നിശ്ചിത തീയതി ലംഘിച്ചാൽ അധിക തുക അടയ്ക്കേണ്ടി വരും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൗദി അറേബ്യയിൽ വൻതോതിൽ ബിനാമി ബിസിനസ് ഇടപാടുകൾ കണ്ടെത്തി. 3 മാസത്തിനിടെ രജിസ്റ്റർ ചെയ്തത് 230 കേസുകളാണ്. രാജ്യത്ത് വീണ്ടും കൂട്ടത്തോടെ ബിനാമി ബിസിനസ് ഇടപാടുകൾ കണ്ടെത്തി. ഈ കേസുകളിലെ പ്രതികൾക്ക് ആകെ 2.1 കോടി റിയാലിന്റെ പിഴ ചുമത്തിയതായി സൗദി വാണിജ്യ മന്ത്രാലയം വ്യക്തമാക്കി. ഈ വർഷം രണ്ടാം പാദത്തിൽ ബിനാമി ഇടപാടുകൾ ചെറുക്കാനുള്ള ശ്രമങ്ങളുടെ ഫലങ്ങൾ വെളിപ്പെടുത്തിയപ്പോഴാണിത്. 6573 സ്ഥാപനങ്ങളെയും 1434 കമ്പനികളെയും ലക്ഷ്യമിട്ട് മന്ത്രാലയം 8007 പരിശോധനാ സന്ദർശനങ്ങൾ നടത്തി. ഈ കാലയളവിൽ 230 സംശയാസ്പദമായ ബിനാമി ഇടപാടുകളും 19 വിപണി നിയന്ത്രണ ലംഘനങ്ങളുമാണ് കണ്ടെത്തിയത്. തൊഴിൽ, താമസ നിയമ ലംഘനങ്ങൾ, ഇലക്ട്രോണിക്സ് പേയ്മെന്റ് രീതികളുടെ അഭാവം എന്നിവയാണ് കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ലംഘനങ്ങൾ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.